ആ നെല്ലിമരം പുല്ലാണ്. 2021 ഞാൻ എൻ്റെ ആത്മകഥ എഴുതുന്നത്. ഈ ആത്മകഥ എഴുതുന്നതിന് മുമ്പ് ഒന്നിപ്പ് എന്ന ഓൺലൈൻ മാഗസിനിൽ ഞാനൊരു ലേഖനം എഴുതിയിരുന്നു. എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച്, എൻ്റെ സ്കൂൾ അനുഭവങ്ങളെക്കുറിച്ച്. സ്കൂളിലേക്ക് ഞാൻ എങ്ങനെയാണ് പോവുക, അവിടുത്തെ അധ്യാപകരെങ്ങനെയാണ്, വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള പോക്ക്, നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂളിലെത്തുന്ന വരെയുള്ള അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഒരു ലേഖനമായിട്ട് എഴുതി. ആ ലേഖനം കുറേ അധികം ആളുകൾ വായിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അത് കുറേ അധികം ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടു. ഇതിന് ശേഷം ഗൂസ്ബറി പബ്ലിക്കേഷൻ, തൃശ്ശൂരുള്ള ഒരു പബ്ലിക്കേഷനാണ്, അവരെന്നോട് ചോദിച്ചു ഈ അനുഭവങ്ങൾ കുറച്ചും കൂടി വിപുലപ്പെടുത്തി ഒരു പുസ്തകമാക്കാമോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാക്കിക്കൂടാ, കാരണം എൻ്റെ ഈ ലേഖനം വായിച്ചിട്ട് കുറേയധികം ആളുകൾ സമാന അനുഭവങ്ങൾ എന്നോട് പങ്കിട്ടു. അപ്പോൾ അതിനെ വിപുലപ്പെടുത്തി എഴുതാനുള്ള ഒരു പ്രേരണ എനിക്ക് നൽകി. ഞാൻ അധികം പരന്ന വായനയോ അല്ലെങ്കിൽ വലിയ എഴുത്തുകാരിയൊന്നുമല്ല. എങ്കിൽ പോലും ജീവിതാനുഭവങ്ങൾ എഴുതാൻ നമുക്ക് ആരുടെ സഹായം വേണ്ട. അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യത്തിൽ ചെറിയ ചെറുപ്പത്തിലെ സഹോദരൻ്റെയൊക്കെ സ്വാധീനത്താൽ ചെറിയ കവിതകൾ എഴുതുമെന്ന് വെച്ചാൽ പോലും ചെറിയ കവിതകളൊക്കെ എഴുതിയിരുന്നു. പക്ഷേ നമ്മളിൽ നമുക്കൊരു ആത്മവിശ്വാസമില്ലായിരുന്നു. എങ്കിൽ പോലും ഈ പുസ്തകം എഴുതുന്നതിനെക്കുറിച്ച് അവർ പറഞ്ഞപ്പോൾ എന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് എഴുതിയേക്കാം. അങ്ങനെ 2021 എൻ്റെ ആത്മകഥയായ ആ നെല്ലിമരം പുല്ലാണ് പബ്ലിഷ് ചെയ്തു. നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ആ ടൈറ്റിൽ ആ നെല്ലിമരം പുല്ലാണ്, പുല്ലാകുന്ന നെല്ലിമരങ്ങളുണ്ടോ? കുറേയധികം പേര് അത് വായിച്ചിട്ടുണ്ടാവും, കുറേ ആളുകൾ വായിക്കാനുണ്ടാവും. വായിച്ചവർക്ക് ഒരു പക്ഷേ ആ നെല്ലിമരം എങ്ങനെയാണ് പുല്ലായതെന്ന് ആര് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അല്ലാത്തവർ ഈ പേരിനെക്കുറിച്ച് എന്താണ് ഇങ്ങനെ എഴുതിയിരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. കുറേയധികം പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ആ ടൈറ്റിൽ നൽകിയെന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്കൂൾ അനുഭവങ്ങൾ നമുക്ക് എപ്പോഴും നമ്മൾ എവിടെയും നമ്മൾ കഥകളിലും പുസ്തകങ്ങളിലുമൊക്കെ നമുക്ക് സ്കൂൾ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മ എപ്പോഴും മധുരതരമാണല്ലേ, ഒട്ടുമിക്ക ആളുകൾക്കും. നമ്മൾ വായിച്ചറിഞ്ഞ അറിവുകളിലെല്ലാം അങ്ങനെയാണ്. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. എല്ലാവർക്കും അവർ പഠിച്ച സ്കൂളിലേക്ക് പോയി അവിടുത്തെ ആ മധുരം, നല്ല ഓർമ്മകൾ ആസ്വദിക്കാനായിട്ട് ആഗ്രഹമുണ്ട് ഇപ്പോഴും. പക്ഷേ അതില്ലാത്തവരുമുണ്ട്. സ്കൂൾ അനുഭവങ്ങൾ നല്ല അനുഭവങ്ങളും ഇല്ലാത്തവരുമുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ പേരുടെ, ഞാൻ ഉൾപ്പെടുന്ന എന്നെപ്പോലെയുള്ള ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളും കൂടി ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൊതുസമൂഹത്തിനെ കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ആത്മകഥ എഴുതിയത്. ഇത് എഴുതിയപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തിനാണ് ആത്മകഥ എഴുതുന്നത്. സാധാരണ ജീവിതത്തിലെല്ലാ നേട്ടങ്ങളും കൈവരിച്ചിട്ട് ആ ഒരു നേട്ടങ്ങൾ
എല്ലാവർക്കും കരുത്തേകാനായിട്ടാണ് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അത് പൊതുസമൂഹത്തിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാവർക്കും പ്രചോദനമാകും. പക്ഷെ സാധാരണക്കാരിയായ ഞാൻ, വീട്ടമ്മയായ ഞാൻ എന്താണ് മുന്നോട്ട് വെക്കുന്നത്? സാധാരണ ആളുകൾക്ക് പ്രചോദനമാകാൻ ഇതിനെല്ലാം എന്താണ് ഉള്ളത്? അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എഴുതുന്നത്? ആരാണ് വായിക്കുന്നത്? നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ച സ്ത്രീയാണ്. നിങ്ങൾക്ക് എന്താണ് കൈമുതലുള്ളത്? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി, നിങ്ങൾ പറഞ്ഞതൊക്കെ ഓക്കെയാണ്. പക്ഷേ എന്നെപ്പോലെയുള്ള സ്ത്രീകളുണ്ട് ഇവിടെ. അപ്പോൾ അവർ വായിക്കട്ടെ. അവർക്കെങ്കിലും വായിക്കുമ്പോൾ അവരുടെ അനുഭവങ്ങളാണെന്നോ എവിടെയെങ്കിലും ഒന്ന് തിരിച്ചറിയപ്പെടാനുള്ള ഒരവസരമായിട്ട് അവരും കാണും. ആ നെല്ലിമരം പുല്ലാണ്. ഗൃഹാതുരതയുടെ ആ നെല്ലിമരങ്ങളെല്ലാം പുല്ലാണെന്ന് പറയേണ്ട വരുന്ന സാഹചര്യത്തിലാണ് എനിക്കെൻ്റെ ആത്മകഥ എഴുതേണ്ടി വന്നത്. നിങ്ങളും ആ നെല്ലിമരച്ചുട്ടിൽ പോകണം. ആ നെല്ലിമരത്തെ പുല്ലാക്കിയ സാഹചര്യങ്ങൾ എന്താണെന്ന് നിങ്ങളും അറിയണം. എല്ലാവരും വായിക്കണം. നമസ്കാരം.